പറവൂരിൽ മാലിന്യം നീക്കം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് വാർഡ് കൗൺസിലർ MK ബാനർജി. പറവൂർ ചന്തയിലെ മാലിന്യങ്ങൾ കുന്നുകൂടിയതുമൂലം ജനങ്ങൾ ബുദ്ധിമുട്ടിലാകുന്നുവെന്നാരോപിച്ചായിരുന്നു നഗരസഭാ ഓഫീസിന് മുൻപിൽ പ്രതിഷേധം നടത്തിയത്. അധികൃതർ ഇടപെട്ട് ചന്തയിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്തില്ലെങ്കിൽ കടുത്ത സമരവുമായി മുന്നോട്ടു പോകുമെന്ന കൗൺസിലർ. ഒരു മാസത്തിലധികമായി പറവൂർ ചന്തയിലെ മാലിന്യ നീക്കം ചെയ്യൽ നിലച്ചിട്ട് ഭരണാധികാരികളുടെ അനാസ്ഥയാണ് ഇതിന് കാരണമെന്നും മാലിന്യങ്ങൾ ചന്തയിൽ കുന്നുകൂടിയതുമൂലം ജനങ്ങൾ മൂക്കുപൊത്തി നടക്കേണ്ട സ്ഥിതിയാണെന്നും വാർഡ് കൗൺസിലർ പറഞ്ഞു. മാലിന്യ നീക്കത്തിന് ഉപയോഗിക്കുന്ന നഗരസഭയിലെ 4 വാഹനങ്ങളും തകരാറിലായതിനാൽ മാലിന്യ നീക്കം നഗരത്തിലാകെ താറുമാറായ സ്ഥിതിയാണ്. അടിയന്തരമായി ചന്തയിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ തയ്യാറായില്ലെങ്കിൽ LDFന്റെ നേതൃത്വത്തിൽ കടുത്ത സമരങ്ങളിലേക്ക് നീങ്ങുമെന്ന് ബാനർജി പറഞ്ഞു. സമരത്തെ തുടർന്ന് വാടകയ്ക്കെടുത്ത വാഹനത്തിൽ മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ തുടങ്ങിയതിനു ശേഷമാണ് ബാനർജി സമരം അവസാനിപ്പിച്ചത്. ഇവിടെ സ്ത്രീകൾക്ക് മൂത്രമൊഴിക്കാനുള്ള സൗകര്യങ്ങളോ ബാത്റൂമിൽ പോകാനോ ഇവിടെ പുറമേ നിന്ന് വരുന്ന ലോറിക്കാരെ അവര് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ലോറിക്കാരാണ്. അവർക്കൊന്ന് വിശ്രമിക്കുവാനോ അവർക്ക് ഒരു ബാത്റൂമിൽ പോകാനോ എല്ലാവരും പുഴയിലേക്കാണ് പോകുന്നത്. പുഴയിലെ ആ ചുറ്റുവട്ടമുള്ള ആൾക്കാർക്ക് കിടക്കാൻ പറ്റാൻ ഞാൻ സമരം ചെയ്തിട്ടാണ് ഇപ്പോൾ അതേ തൊട്ടപ്പുറത്ത് ടേക്ക് എ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ 35 ലക്ഷം രൂപ ചെലവഴിച്ച് ഗവൺമെന്റിന്റെ നഗരസഭയുടെയും കൂടിയല്ല നഗരസഭയുടെയും അല്ല ഞാൻ സമരം ചെയ്ത് ഒരു ദിവസം നിരാഹാരം ഇരുന്നതിന്റെ അടിസ്ഥാനത്തിൽ 35 ലക്ഷം രൂപയുടെ പ്രോജക്റ്റ് നമ്മൾ കേരള ഗവൺമെന്റ് നമുക്ക് തന്നു. അതിന്റെ പണി പൂർത്തീകരിച്ച് കിടക്കുകയാണ്. പക്ഷെ അത് ഉദ്ഘാടനം ചെയ്യാൻ പോലും ഇവർക്ക് സാധിക്കുന്നില്ല. ന്യൂസ് ബ്യൂറോ, പറവൂർ. ആദ്യ കാഴ്ചയിൽ നിങ്ങളുടെ മനസ്സിൽ പതിയുന്ന ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെ വൈവിധ്യമാർന്ന കളക്ഷൻസ്. 250 മില്ലി മുതലുള്ള കുട്ടിവളകൾ, 1.5 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, 2 ഗ്രാം മുതലുള്ള വലിയ വളകൾ. അലീന ഗോൾഡൻ ഡയമണ്ട്സ്.